പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ 27-ാം രാവ്, ഈ 27-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും കിട്ടാൻ ഈ 11 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ ഈ 27-ാം രാവിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ 27-ാം രാവിൽ ഏത് ദിക്റാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഏത് ഇസ്തിഗ്ഫാറാണ് പറയേണ്ടത്, ഏത് ആയത്താണ് ഖുർആനിൽ നിന്നും കൂടുതലായി ഓതേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത്, ഏത് ദുആയാണ് അധികരിപ്പിക്കേണ്ടത് എന്നൊക്കെ പലർക്കും സംശയമുണ്ടാകും. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന റമദാൻ 27-ാം രാവിൽ ചെയ്യേണ്ട, പറയേണ്ട മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും മറന്നു പോവണ്ട. അല്ലാഹു തആല നമുക്ക് ഈ രാവ് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രതകളേറെയുള്ള വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട 27-ാം രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മഗ്‌രിബോടുകൂടി 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അല്ലെ? നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നലെയായിരുന്നു 27-ാം രാവ്. അതുപോലെ തന്നെ ഇനി നാളെ 27-ാം രാവുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അപ്പൊ അതായത് ഈ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ മാറുന്നതനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് വ്യത്യാസം അനുസരിച്ച്, രാവും പകലും മാറി വരുന്നതിനനുസരിച്ചൊക്കെ അങ്ങനെ വ്യത്യാസം വരും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് ഇപ്പൊ 26-ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്‌രിബോട് 27-ാം രാവിലേക്ക് പ്രവേശിക്കുന്നു. നാളെ ചൊവ്വാഴ്ച പകൽ 27-ാമത്തെ ദിനമാണ്, 27-ാമത്തെ നോമ്പാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യം തന്നെ പറയട്ടെ, 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവ്. അതാണ് ലൈലത്തുൽ ഖദർ. 83 വർഷം അല്ലെങ്കിൽ 84 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത, 1000 രാത്രിയും 1000 പകലുമൊക്കെ തുടർച്ചയായി, അതിനേക്കാൾ അധികമായി തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. അത് ലൈലത്തുൽ ഖദർ എന്ന റമദാൻ മുഴുവനും നമ്മളത് പ്രതീക്ഷിക്കണമെന്നാണ്. റമദാനിന്റെ മുഴുവൻ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കണമെന്നാണ്. പ്രത്യേകിച്ച് റമദാനിന്റെ 7-ാം രാവ്, 17-ാം രാവ്, 27-ാം രാവ്. മാത്രമല്ല മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദറാണ്. ആ സൂറത്തുൽ ഖദറിൽ 3 വട്ടം ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ ലൈലത്തുൽ ഖദർ എന്നതിൽ 9 അക്ഷരങ്ങളാണ്. അപ്പോ 9 × 3 27. അപ്പോൾ ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്ന രാവ് അത് 27-ാം രാവിനായിരിക്കും. അങ്ങനെ പല അഭിപ്രായങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്തുമാവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് ചെയ്യാനുള്ള അമലുകളാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ ആ രാവിൽ, ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന രാവിൽ എന്തൊക്കെ അമലാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? ആദ്യമായി പറയട്ടെ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഹയാത്താക്കും, എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യണമെന്നുള്ള ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വേണം. അല്ലാതെ കുറച്ച് പള്ളി പോയിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം, അങ്ങനെയല്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇൻഷാ അല്ലാഹ് വാപ്പമാര് പള്ളിയിൽ തന്നെ നമ്മുടെ മക്കളെ, ചെറിയ മക്കളൊക്കെ ഉണ്ടാകും, അവരെ പള്ളിയിലേക്ക്, ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ വകതിരിവുള്ള നമ്മുടെ ആൺമക്കളെ എല്ലാം പള്ളിയിലേക്ക് അയക്കുക. അതുപോലെ തന്നെ ഉമ്മമാര് വീട്ടിൽ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് ഹയാത്താക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ഈ രാത്രി ഇബാദത്തുകൾ ചെയ്യുമെന്നുള്ള നീയത്താണ് ആദ്യമായി വേണ്ടത്. അത് വെച്ചല്ലോ, നീയത്ത് വെച്ചോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഹയാത്താക്കണം. അതായത് ഇന്നലെ ചെയ്തതുപോലെയോ മറ്റന്നാൾ ചെയ്യുന്നത് പോലെയോ അല്ല. 27-ാം രാവെന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരം, ഇന്നത്തെ ഇശാ നിസ്കാരം, പിന്നെ ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, തറാവീഹ് നമസ്കാരം, വിത്ർ നമസ്കാരം ഉൾപ്പെടെ ഇതൊക്കെ
കൃത്യമായി ഞാൻ നിർവഹിക്കും. പുരുഷനായ ഞാൻ, ആണായ ഞാൻ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കും, വീട്ടിൽ ഞാൻ നിസ്കരിക്കുമെന്ന് ഉമ്മമാരും കരുതുക, ഹയാത്താക്കുമെന്ന് കരുതുക. മാത്രമല്ല നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശ, അതുപോലെ തന്നെ വരുന്ന സുബഹി, അതിന് ഇടയിലുള്ള തറാവീഹ് നമസ്കാരം, മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പുരുഷന്മാര് പള്ളിയിൽ തന്നെ ജമാഅത്തായി തന്നെ നിസ്കരിക്കും എന്ന് ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിക്കുക. ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. വീട്ടിൽ സഹോദരിമാര്, ഉമ്മമാര് അവർക്ക് പറ്റുമെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല. നിസ്കാരത്തിന്റെ കാര്യം കൃത്യമാക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി പറയാനുള്ളത് പുരുഷന്മാർ. ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷമോ ഇന്നത്തെ പകൽ ഏതെങ്കിലും ഒരു സമയത്തോ നമ്മുടെ മരണപ്പെട്ട ഉമ്മ, വാപ്പ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും ഖൈറാണ്. മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക. പറ്റുമെങ്കിൽ ഇന്ന് അസറിന് ശേഷം സിയാറത്ത് ചെയ്യുക. ചില നാടുകളിലൊക്കെ ഈ തറാവീഹ്, അതായത് ഇന്നത്തെ 27-ാം രാവിന്റെ അന്ന് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഒരു വലിയൊരു പെട്ടി വണ്ടി വിളിച്ച് അതിലിങ്ങനെ പച്ച കൊടിയൊക്കെ കെട്ടി അതിൽ വലിയ സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമായിട്ട് കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ വട്ടം കറങ്ങുന്നതായിട്ട് കാണാം. പല പള്ളിയിലും സിയാറത്ത് എന്ന് പറഞ്ഞ പേരിൽ വെറുതെ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 27-ാം രാവിന് നിങ്ങളിങ്ങനെ പള്ളി തോറും കയറി ഇറങ്ങേണ്ട പ്രവൃത്തിയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആണയിട്ട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി നിങ്ങൾ കുറച്ച് ദിക്റോ സ്വലാത്തോ ചൊല്ലലാണ് നിങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നതിനേക്കാൾ പ്രതിഫലമുള്ളത്. അത് പ്രത്യേകം പറയുന്നു. സിയാറത്ത് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, സിയാറത്ത് ചെയ്യണം. ഞാനും ഒക്കെ സിയാറത്ത് ചെയ്യുന്നവരാണ്. അത് ഇന്ന് പകല് ചെയ്യുക, ഇന്ന് പകല് ചെയ്യുക. അല്ലെങ്കിൽ രാത്രിയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ നിങ്ങൾ രാത്രി സിയാറത്ത് ചെയ്തതിന് ശേഷം വേഗം പള്ളിയിലേക്ക് മടങ്ങി വരിക. പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരിക്കുക. അല്ലാതെ കിടന്ന് വട്ടം കറങ്ങലല്ല ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ, ഉസ്താദുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഉണർത്തിയെന്ന് മാത്രം, ഞാൻ വലിയ ആളായിട്ട് പറയുന്നതല്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ കാര്യം, സിയാറത്തിന്റെ കാര്യം മറന്നു പോവണ്ട. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അവരൊക്കെ മരണപ്പെട്ടു പോയവരല്ലേ, അവരെ സിയാറത്ത് ചെയ്യുക. ഇനി ഉമ്മമാരെന്ത് ചെയ്യുക? ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടാകും, വാപ്പച്ചി ഉമ്മച്ചിയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, മക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ അവരെ ഓർത്ത് വെറുതെ ഇങ്ങനെ സങ്കടപ്പെടലില്ല. മറിച്ച് അവർക്ക് വേണ്ടി നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണ്? നല്ലവണ്ണം യാസീൻ ഓതി ദുആരക്കുക. ഇന്നത്തെ അസറിന് ശേഷം അല്ലെങ്കിൽ ഇന്നത്തെ മഗ്രിബിന് ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് ഇന്ന് രാത്രി സൗകര്യമുള്ളത്, ഒരു യാസീൻ ഓതുക. മറക്കണ്ട കേട്ടോ. ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഒരു യാസീൻ ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ആരും മറന്നു പോകരുത്. 27-ാം രാവിൽ ചെയ്യേണ്ട അമലുകൾ ഞാൻ ഓരോന്ന് പറയുകയാണ്. മൂന്നാമത്തെ അമലാണ് എന്ത്? യാസീൻ ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കുക, മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോമ്പ് തുറക്കും മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന പുണ്യമായ ആ ഒരു ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലവണ്ണം ദുആ ചെയ്യണേ. എൻ്റെ ഉമ്മമാരൊക്കെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ വാപ്പമാരും പള്ളിയിൽ പോയി ആ ദിക്ർ പറയുന്നുണ്ടെന്നറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. 27-ാം രാവാണ്. നഷ്ടമായാൽ പിന്നെ അത് വല്ലാത്ത നഷ്ടമാണ്. അടുത്ത 27-ാം രാവില് അല്ലെങ്കിൽ അടുത്ത റമദാനിലൊക്കെ നമ്മളുണ്ടോ, ഞാനുണ്ടോ ഇങ്ങനെ പറയാൻ, നിങ്ങളുണ്ടോ ഇങ്ങനെ കേൾക്കാൻ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ഇൻഷാ അല്ലാഹ് ഇതെന്റെ അവസാനത്തെ റമദാനാണെന്ന് മനസ്സിൽ കരുതി, അല്ലാഹു ആഫിയത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ. പക്ഷെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഇനിയൊരു റമദാൻ കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ട് നല്ല മനസ്സോടുകൂടി ഇബാദത്ത് ചെയ്യാൻ മറക്കണ്ട. നാലാമത്തേത്, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നല്ലവണ്ണം ദിക്റുകൾ പറഞ്ഞ് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഇതുവരെ ചെയ്ത നോമ്പ് സ്വീകരിക്കണേ അല്ലാ, 27-ാം രാവിലേക്ക് കടക്കുകയാണ്, നീ കബൂൽ ചെയ്യണേ അല്ലാ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തരണേ അല്ലാ എന്ന് നല്ലവണ്ണം ദുആരക്കണം. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമതായി പറയാനുള്ളത്, ഉമ്മമാരെ, ഇന്നത്തെ തറാവീഹ് നമസ്കാരം ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. ഇനി ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. അവർ ചെയ്യേണ്ട സ്പെഷ്യലായിട്ടുള്ള അമൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതായാലും നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ പകൽ നിങ്ങൾ നോമ്പുകാരെ പോലെ കഴിയുക. പിന്നെയോ ഇന്നത്തെ രാത്രി നിസ്കരിക്കണ്ട, ഖുർആൻ ഓതണ്ട, നിങ്ങൾക്ക് സ്പെഷ്യലായി ചില ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്റുകൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തിഗ്ഫാർ എൻ്റെ ഉമ്മമാര് നല്ലവണ്ണം പറയണേ. ഇന്നത്തെ ചെയ്യാനുള്ള അമലിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്.
വാപ്പമാരെ, ഉമ്മമാരെ, ഒരു 100 വട്ടമെങ്കിലും ഇന്നത്തെ രാത്രി നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. 100 വട്ടമെങ്കിലും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാൻ മറന്നു പോവരുതേ. 5-ാമത്തെ കാര്യം അതാണ്, ഇസ്തിഗ്ഫാർ പറയണേ, ഇസ്തിഗ്ഫാർ പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന നല്ല മനസാന്നിധ്യത്തോടു കൂടി ഇസ്തിഗ്ഫാർ പറയുക. ഇതാണ് 5-ാമത്തെ കാര്യം. ഇനി 6-ാമത്തെ കാര്യം എന്തെന്നറിയോ? ഇന്നത്തെ നമ്മൾ തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തസ്ബീഹ് നമസ്കാരം മറക്കണ്ട. തസ്ബീഹ് നമസ്കാരം കൃത്യമാക്കണേ. എങ്ങനെയാണ് തസ്ബീഹ് നമസ്കരിക്കേണ്ടത്? അതിലേതൊക്കെ ദിക്റാണ് പറയേണ്ടത്? എത്ര പ്രാവശ്യം വീതമാണ് പറയേണ്ടത്? വിശദമായി നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തസ്ബീഹ് നമസ്കാരം ഇന്ന് ഒഴിവാക്കരുതേ. എല്ലാ ദിവസവും തസ്ബീഹ് നമസ്കരിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ഖൈറാണ്. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെങ്കിലും നമ്മൾ തസ്ബീഹ് നമസ്കാരം മറക്കാതെ നിസ്കരിക്കണേ. തസ്ബീഹ് നമസ്കാരം നമ്മൾ ഇന്ന് നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. അതെങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിൽ ഉണ്ട്. നമ്മളത് പ്രാക്ടിക്കലായി തസ്ബീഹ് നമസ്കാരം കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, അത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ 6-ാമത്തെ കാര്യം തസ്ബീഹ് നമസ്കാരമാണ്. പിന്നെ പുരുഷന്മാരെ ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ ചെല്ലുമ്പോൾ ഇഅ്തികാഫിന്റെ നിയത്ത് മറക്കാൻ പാടില്ല. ഇഅ്തികാഫിന്റെ നിയത്തോടു കൂടി അവിടെ ഇരുന്നിട്ട് ധാരാളമായി ദിക്ർ ചൊല്ലണേ, ധാരാളമായി ദിക്ർ ചൊല്ലണേ. 7-ാമത്തെ കാര്യം ദിക്ർ അധികരിപ്പിക്കുക. ഉമ്മമാരെ, വാപ്പമാരെ, ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിൽ ഏറ്റവും കൂടുതലായി നമ്മൾ പറയേണ്ട ദിക്റുകൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഈ ദിക്ർ നമ്മൾ റമദാൻ 1 മുതലേ പറയുന്നതാണ്. ഇതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു വല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. അസ്അലുകൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുകയാണ്. വ അഊദു ബിക മിനന്നാർ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ചോദിക്കുന്ന ഈ ദുആ മറക്കണ്ട, ഈ ദിക്ർ മറക്കണ്ട. ഏതാണത്? ഒന്ന് പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അതോടൊപ്പം തന്നെ പറയേണ്ട 2-ാമത്തെ ദിക്ർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ വാപ്പമാരെ, സഹോദരങ്ങളെ, പ്രധാനമായി നമ്മൾ പറയേണ്ട ദുആ, ദിക്ർ, ഇസ്തിഗ്ഫാറുകളിൽ പ്രധാനപ്പെട്ട ഇത് ഏതാണ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നുള്ള മോചനം തരണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നരകമോചനം തരണം, സ്വർഗ്ഗപ്രവേശനം തരണം എന്നുള്ള ആ ദിക്ർ നിങ്ങൾ പറയാൻ മറക്കരുതേ. ഇനി 3-ാമത്തെ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് നബിയെ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, നിശ്ചയമായും നീ, അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഈ ദിക്ർ ഈ 27-ാം രാവിൽ നമ്മൾ ധാരാളമായി, എണ്ണം നോക്കണ്ട, ധാരാളമായി ഒരു 33ഓ 100ഓ അല്ലെങ്കിൽ എന്താണ് 133ഓ 333 എത്രയാണോ പറയാൻ പറ്റുമോ അത്രയധികം പറഞ്ഞു കേട്ടോ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട 3 ദിക്റുകൾ പറഞ്ഞു. ഇതല്ലാതെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയാം. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഈ ദിക്റും പറയാം. കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ദിക്റും പറയാം. അതോടൊപ്പം തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഈ ദിക്റും നമുക്ക് പറയാം. കൂട്ടത്തിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്റും നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ
മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഈ ദിക്റും നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെയാണ് ദിക്റുകൾ. ഈ ദിക്റുകൾ അധികരിപ്പിക്കുക. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അതും നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിൽ നമ്മൾ പറയേണ്ട 7 ദിക്റുകൾ, 7ഓളം ദിക്റുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുക. പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ തൗബ ഉണ്ടാകും അല്ലേ? അൽഹംദുലില്ലാ, അത് ഖൈറാണ്. പിന്നെ മാത്രമല്ല ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ചാനലിൽ തൗബയുണ്ട്. ആ തൗബ എങ്ങനെയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. തൗബ ചെയ്യുന്ന സമയത്ത് 3 കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല, ഞാൻ ഇനി തെറ്റ് ചെയ്യൂല, ആ ഒരു ഉറപ്പുണ്ടാവണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, അല്ലാഹുവേ, ഞാൻ ഇനി എന്തൊക്കെ തെറ്റുകളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്യും, ഇനി ഞാൻ ചെയ്യൂല, ഞാൻ ഇതുവരെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങൂല എന്നുള്ള ഉറപ്പും നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ ഇപ്പൊ തൗബ ചെയ്യാം, ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പതിയെ തെറ്റ് ചെയ്തു തുടങ്ങാം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും മോശത്തരം പറഞ്ഞു പോയിട്ടുണ്ട്, ആരെങ്കിലും നമ്മൾ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഏഷന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തരം പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്തരം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവരോട് പൊരുത്തം ചോദിക്കണേ. അവരോട് പൊരുത്തം ചോദിക്കാതെ നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് വിളിച്ചോ, ഫോൺ വിളിച്ചടാ, പൊരുത്തപ്പെടണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് വിടുക, എടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ, പൊരുത്തം ചോദിക്കണം. എന്നാലേ നമ്മുടെ ഇസ്തിഗ്ഫാറും തൗബയും അല്ലാഹു തആല സ്വീകരിക്കൂ. ഇന്നത്തെ രാത്രി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തൗബ ചെയ്യുക. തൗബ ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കണേ. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വീട്ടുക. ഇനി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവരെ വിളിക്കുക, എടാ കടം പൈസ തരാനുണ്ടല്ലോ, എനിക്കറിയാം, ഞാൻ തന്നോളാം ഇൻഷാ അല്ലാഹ്, പിന്നെ 27-ാം രാവിലെ എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാം എന്നുള്ള ആ ഒരു നല്ല വാക്ക് പറയണേ. അതാണ് 8ാമത്തെ കാര്യം. ഇനി 9ാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നല്ലവണ്ണം ദുആ ചെയ്യണേ. നല്ലവണ്ണം ദുആരക്കണം. അറബിയിൽ തന്നെ ദുആരക്കണം എന്നൊന്നുമില്ല, നല്ല പച്ച മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. ആ കൂട്ടത്തിൽ റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ നല്ല ഒരു ദുആയാണ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആയാണ്. ഈ ദുആ എന്തായാലും നമ്മൾ പറയണേ. കൂട്ടത്തിൽ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ കൂട്ടത്തിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആ. പിന്നെയോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ ഒരു ദുആ നമ്മൾ പറയാൻ മറന്നു പോവണ്ട. പിന്നെയോ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലവണ്ണം ദുആരക്കണേ. നല്ല ദുആ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എൻ്റെ ഭർത്താവിൻ്റെ പാപങ്ങൾ, എൻ്റെ ഭാര്യയുടെ പാപങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമല്ല. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ല. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ അല്ല. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ല. മക്കളെ നീ നന്നാക്കി തരണേ അല്ല. മക്കളില്ലാത്തവരാണെങ്കിൽ നല്ല മക്കളെ കൊടുക്കണേ അല്ല. ജോലി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ല. അങ്ങനെ നല്ല മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലവണ്ണം ദുആരക്കുക. പള്ളിയിൽ ഉസ്താദിന്റെ നേതൃത്വത്തിലൊക്കെ ദുആ ഉണ്ടാകും. അതല്ലാതെ നമുക്ക് ഒരുപാട് സ്വന്തം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സ്വന്തം കാര്യം നമ്മൾ പറഞ്ഞ് അള്ളാഹുലേക്ക് നല്ലവണ്ണം ദുആരക്കുക. അതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, കുറച്ചൽപ്പം ഉറങ്ങുക. ഇന്നത്തെ രാത്രി ഒരു അല്പം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ, ഒരു അല്പം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുക. എന്നാലേ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. തഹജ്ജുദ് നമസ്കാരം ഇന്നെങ്കിലും നമ്മൾ തഹജ്ജുദ് നമസ്കാരം മുടങ്ങാതെ ഒന്ന് നിസ്കരിക്കണേ. പിന്നെയോ രാത്രി നമുക്ക് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ 2 റക്അത്ത് വീതം നമസ്കരിക്കാം. 2 റക്അത്ത് നമസ്കരിക്കാം. അല്ലാഹു തആല അത് നിയത്ത് വെക്കുമ്പോൾ വിത്ർ നിസ്കാരം ആയിക്കോട്ടെ. വിത്ർ നമസ്കാരം ഒറ്റ റക്അത്താണ്. ഒന്നെങ്കിൽ 1, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9, അല്ലെങ്കിൽ 11, അങ്ങനെ ഒറ്റയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ 2 വീതം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അവസാനം 1 റക്അത്ത് നിസ്കരിക്കുക. അതാണ് വിത്ർ നമസ്കാരം. വിത്ർ നമസ്കാരം എങ്ങനെയാണെന്നൊക്കെയുള്ള വിശദമായ വീഡിയോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 10 കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 10 കാര്യം. അപ്പോൾ അൽഹംദുലില്ലാ, ഈ 10 കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ ഈ 27-ാം രാവിന്റെ മുഴുവൻ മഹത്വങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, പിന്നെ അതുപോലെ തന്നെ ധാരാളമായി സ്വലാത്തുകൾ പറയുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, എല്ലാവർക്കും വേണ്ടി ദുആരക്കുക, പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഉമ്മമാര് വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് ഒക്കെ പറയുക, നല്ലവണ്ണം ദുആരക്കുക. വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നുപോകണ്ട.
പിന്നെ ഈ ഇന്നത്തെ രാത്രി ഏറ്റവും കൂടുതൽ ഓതേണ്ട സൂറത്ത് 11ാമത്തെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഓതേണ്ട സൂറത്ത് ഏതാണ്? ആയത്തുകൾ നമുക്കറിയാം. ആയത്തുൽ കുർസി ഓതാം, ആമന റസൂൽ ഓതാം, അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും എന്നുള്ള ആ 2 ആയത്ത് ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഖദർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ നമ്മൾ ഒരു 4 പ്രാവശ്യമെങ്കിലും ചുരുങ്ങി ഓതുക. കാരണം സൂറത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ 4-ൽ 1 ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 4-ൽ 1 ഭാഗം ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടും. അപ്പൊ 4 പ്രാവശ്യം ഓതിയാൽ എത്ര? ഒരു ഖത്തം ഓതിയ പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അത് 3 വട്ടം ഓതുക എങ്കിൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലമാണ്. പറ്റുപോലെ യാസീൻ ഓതുക, യാസീൻ ഓതിയാൽ 10 പ്രാവശ്യം ഖത്തം ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടും. അപ്പോൾ അതൊക്കെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1 പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 4-ൽ 1 പ്രാവശ്യം 1 ഓതിയതിന് പ്രതിഫലമാണ്. അപ്പൊ 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിക്കുന്ന 27ാം രാവിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാ, അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലം, പള്ളിയാണെങ്കിൽ പള്ളി, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നമ്മൾ നിസ്കാരപ്പായിലോ മുസല്ലയിലോ ഒക്കെ ഇരുന്നിട്ട് ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക, വുളുവോടുകൂടി ഇരിക്കുക, ഔറത്തുകൾ മറക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുക, എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം അത് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥതയോടുകൂടി പറയണം. എന്നിട്ട് വീണ്ടും പറയുക. എന്ത്? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം. പിന്നെ വീണ്ടും അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب അസ്തഗ്ഫിറുല്ലാഹ് അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഖാതിറൻ വനാളിറാ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഇപ്പോൾ നമ്മൾ ഇത്രയും അറബിയാ പറഞ്ഞത്. ഇനി അതിന്റെ മലയാളം നമ്മൾ പറയും, നല്ലതുപോലെ പറയും. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവവും ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ വൻദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ പറഞ്ഞതുപോലെ
അല്ലാഹുവേ ഞങ്ങൾ തൗബ ചെയ്യുന്നു അല്ലാഹുവേ നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന ഖുർആൻ കൽപ്പിച്ച പ്രകാരം ഖാസിലായ തൗബ ചെയ്ത് മടങ്ങുകയും ഇനിമേലാൽ യാതൊരു ദോഷവും യാതൊരു തിന്മയും യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അറബിയുടെ മലയാളമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വീണ്ടും വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്തു പോയ പാപികളാകുന്നു അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ട് വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ അല്ലാഹുവേ തീർച്ചയായും കഠിനമായ നരകശിക്ഷയിൽ ഞങ്ങൾ വീണുപോകും അല്ലാഹ്. നിന്റെ കൃപ കൊണ്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹുവേ ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഇത് വല്ലാത്തൊരു തൗബയാണ്. മനസ്സിൽ കൈവച്ച് ഇങ്ങനെ നമ്മളിത് കേട്ടിങ്ങനെ പറയുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. വീണ്ടും നമ്മൾ പറയണം വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹാബ്. അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ ഖബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിനെ കൊള്ളേ അല്ലാഹുവേ ഞങ്ങളെ നീ തട്ടിമാറ്റണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാഹ്. ഇപ്പോൾ ഖുർആനിലെ 2 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ദിക്ർ കൂടി പറഞ്ഞാണ് തൗബ അവസാനിപ്പിക്കുന്നത്. ഒന്നിച്ച് പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അടക്കം ചെയ്ത് ആ ഖബറിൽ നിന്നും രണ്ടാമത് ഹയാത്ത് നൽകി ആഖിറത്തിലേക്ക് മഹ്ശറയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് ഞങ്ങളുടെ വലത് കയ്യിൽ നീ വെച്ച് തരേണമേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്.
ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മരണത്തിന് ശേഷവും നിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ വിശ്വാസമായിട്ടായിരിക്കും വരിക. അല്ലാഹുവേ, മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി അസ്തഗ്ഫിറുല്ലാഹ് 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 ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതാണ് തൗബ. ഇതാണ് പൂർണ്ണമായ തൗബ. ഇതിനകത്ത് ചേർക്കാനും ഇല്ല, കുറക്കാനും ഇല്ല. ഇത് ഒറ്റ പ്രാവശ്യമല്ല. ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. വേറൊന്നുമില്ല. നമ്മൾ ഖുർആൻ നമ്മളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഓതുന്ന ആയത്ത് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, ആ ആയത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം ഓതുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്നൊരു ആയത്തുണ്ട് ഖുർആനിൽ. അതും തൗബയുടെ ആയത്താണ്. അതും നമുക്ക് പറയാം. പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതും തൗബയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും തോറും തൗബയുടെ ആ വീര്യം കൂടും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും തോറും വീര്യം കൂടും. അപ്പോൾ ഇതാണ് തൗബ. ചെയ്തു പോയ പാപങ്ങൾ 4 ഷർത്തുണ്ട്. അതായത് ഒന്ന് ഖേദം വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണം. ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് മടങ്ങൂല എന്ന് ഉറപ്പിക്കണം. പിന്നെ മനുഷ്യനോടൊക്കെ എന്തെങ്കിലും കുറ്റങ്ങൾ, കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പിടിപ്പിക്കാനുണ്ടെങ്കിൽ, സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം. ഈ 4 ഷർത്തും ചെയ്തിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ദുആരക്കുക, ഇസ്തിഗ്ഫാർ പറയുക. ഇതാണ് തൗബ. അപ്പൊ ഈ തൗബ നമ്മൾ ഇപ്പോഴും ചെയ്യാം. 27-ാം രാവ് ആ സമയത്തും പറയണം. പിന്നെ തന്നെ ഇനി 28-ാം രാവ്, 29-ാം രാവ്, ഇനി റമദാൻ കഴിഞ്ഞാലും ഒക്കെ നമുക്ക് തൗബ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് തൗബ. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും വാട്സപ്പിലേക്ക് അയച്ചു വെക്കുക. അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. തൗബയാണ് പ്രധാനം. തൗബ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്തേ മതിയാകൂ. അല്ലാഹു തആല ഈ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങൾ പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. നമ്മുടെ ചാനലിന്റെ അണിയറ പ്രവർത്തകർ, ഈ വിനീതനായ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ദ്വാരക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാ ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ കമന്റായി ദുആ വസിയത്തൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഖൈറുണ്ടാവാൻ ദ്വാരക്കുക. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.